എന്റെ മോനെ വയനാടിനെ കാക്കാൻ എന്നെ അനുവദിക്കുക. വോട്ട് ചെയ്യണമെന്ന് തോന്നിയവരെ കൊണ്ട് പോലും അവസാന നിമിഷം മാറ്റി ചിന്തിപ്പിച്ചിട്ട് മൂപ്പറെ ഒരു ചിരിയുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, പത്തനംതിട്ട വഴി വയനാട്ടിലേക്ക് വന്ന ആ വരവ്, ആ നിൽപ്പ്, ഫ്രെയിമിൽ വന്ന നാളു തൊട്ട് കഴുത്തിൽ നിന്ന് ഊരാത്ത ആ കാവ്യകളസം, രാഹുൽ ഗാന്ധിയുടെ ഓപ്പോസിറ്റ്, അതായത് ഇഞ്ചോടിഞ്ച് മത്സരിക്കാൻ BJP ഇറക്കിയ തുറുപ്പ് ചീട്ടായിരുന്നു കെ സുരേന്ദ്രൻ, നമ്മുടെ സുരേട്ടൻ. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളുടെ ഒരു ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോൾ സുരേട്ടനേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല BJPക്ക്. അങ്ങനെ സുരേട്ടൻ വന്നു, പ്രചാരണം കൊഴുത്തു. മോദിയുടെ ഗ്യാരണ്ടി വയനാട്ടിലെങ്ങും അലയടിച്ചു. മോദിയുടെ ഗ്യാരണ്ടി. ജനങ്ങളുടെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞാൽ പ്രതികരിക്കാൻ പോലും ആർക്കും വയ്യ. ഇങ്ങനെ ഒരു പാർട്ടിയോ പാർട്ടി പീപ്പിളോ കേരളത്തിൽ ഉണ്ടെന്ന് ആര് നോക്കുന്നു? മോദിജി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു. വീണ്ടും പറഞ്ഞ് ജീപ്പിൽ കയറി തേരാ പാരാ നടന്നു. ആർക്കും മൈൻഡില്ല. ഇനി എന്ത് എന്ന് ചിന്തിച്ച് തല പുകഞ്ഞില്ല. സുരേട്ടൻ മറ്റൊരു ഓഫർ കൂടി മുന്നോട്ട് വെച്ചു. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന അതിമനോഹരമായ ഗ്രാമം. അവിടെ എന്ത് വികസനമാണ് സുരേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇനി വയനാട്ടുകാർക്ക് വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ മെഡിക്കൽ കോളേജ് പണിയാനെങ്ങാനുമായിരിക്കുമോ? അടിപൊളി അടിപൊളി. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? സുൽത്താൻ ബാറ്ററിയുടെ പേരങ്ങ് മാറ്റും. ബാറ്ററിയോ? ഒരു താമര വിരിഞ്ഞ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയെ പല അടവുകളും പറ്റി, കുത്തിത്തിരിപ്പിന്റെ പല വെർഷനുകൾ നോക്കി. ബ്ലഡി മലയാളീസ്. ഇങ്ങനെ ഒരു അതിദാരുണമായ അവസ്ഥയിലാണ് വയനാട്ടിൽ നോർത്ത് ഇന്ത്യൻ പൂഴിക്കടകൻ തന്നെ സുരേട്ടൻ ഇറക്കിയത്. രാജ്യത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ, ബസ് സ്റ്റാൻഡുകളുടെ എന്ന് വേണ്ട IPC വരെ ഭാരതീയ ന്യായ സംഹിത എന്ന് മാറ്റിയ അതേ പൂഴിക്കടകൻ, ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി ഭാരതം എന്നാക്കിയിരുന്നു. മറന്നുപോയി. പിന്നെ റെയിൽവേ സ്റ്റേഷൻ നോക്കി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഭോപ്പാലിലെ ഹലാൽപൂർ ബസ് സ്റ്റാൻഡിന്റെ പേര് ഹനുമാൻഗഡ് ബസ് സ്റ്റാൻഡ് എന്നാക്കി. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയുടെ പേര് അഹല്യാനഗർ എന്ന് മാറ്റി. അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി. റെയിൽവേ സ്റ്റേഷനുകൾക്ക് ക്ഷേത്രങ്ങളുടെയും സന്യാസികളുടെയും പേര് നൽകാൻ UPയിലെ അമേഠിയിലും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉത്തരേന്ത്യൻ പരിപ്പാണ് കേരളത്തിലെ കലത്തിൽ വേവിക്കാൻ സുരേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ BJP പരീക്ഷിച്ച് വൻ വിജയം നേടിയ പേരുമാറ്റൽ രാഷ്ട്രീയം ബത്തേരിയിലെ സുൽത്താനിലൂടെ കേരളത്തിലും ഇറക്കിയിരിക്കുകയാണ് BJP. ഇവിടെങ്ങുമല്ല, ഏതോ ഒരു ദേശീയ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് സുരേട്ടൻ ഇക്കാര്യം പറഞ്ഞത്. അത് സുൽത്താൻ ബാറ്ററി അല്ല സാർ, ഗണപതി വട്ടമാണ് സാർ എന്നൊക്കെ. അത് ഗണപതി വട്ടം തന്നെയാണ്, ഞാനിത് ആദ്യമായിട്ട് പറയുന്നൊന്നുമില്ല. സംഭവം ഇത് ആദ്യത്തെ കേസല്ല. വർഷങ്ങളായി RSSന്റെയും BJPയുടെയും പോസ്റ്ററുകളിലും പരിപാടികളിലും ഒക്കെ സുൽത്താൻ ബത്തേരിക്ക് പകരം ഗണപതി വട്ടം എന്ന പേരാണ് യൂസ് ചെയ്യുന്നത്. RSS നിയന്ത്രണത്തിലുള്ള ബത്തേരിയിലെ ക്ഷേത്ര പരിപാടികളുടെ പോസ്റ്ററുകളിലും ഗണപതി വട്ടം എന്ന പേരാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത് ഇന്നും ഇന്നലെയും ഒന്നും അല്ല. 1984 തന്നെ BJP ദേശീയ നേതാവായിരുന്ന പ്രമോദ് മഹാജൻ എന്ന പുള്ളി ബത്തേരി ഗണപതി വട്ടമാക്കണമെന്ന് ആവശ്യമുയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ആ പുള്ളിക്ക് അന്ന് എന്താ പറ്റിയതെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ സുരേട്ടൻ എന്താ പറ്റിയതെന്ന് കറക്റ്റായിട്ട് അറിയാം. ആസ് യൂഷ്വൽ നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു? ശൂന്യാകാശത്ത് നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ? പക്ഷെ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ നോക്കിയാൽ ജനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേരൊന്ന് ഗണപതി വട്ടം എന്ന് ആക്കി തരാനായിട്ട്. ഇതാണ് സുരേട്ടനിലൂടെ വയനാടിന് കിട്ടാൻ പോകുന്ന മോദിയുടെ ഗ്യാരണ്ടി. വയനാട്ടുകാരുടെ യോഗം അല്ലാതെന്ന് പറയാൻ. അല്ല, ഉള്ളേരി എന്നൊരു സ്ഥലമുണ്ട്, അതിന്റെ പേര് മാറ്റി ബീഫേരി എന്നാക്കുവോ ജി എന്നൊക്കെ ചോദിച്ച് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. മാനന്തവാടി നമുക്ക് മഹാജൻ അഖാഡി എന്നാക്കിയാലോ? താമരശ്ശേരി കമൽശ്ശേരി ആക്കാം. അതിനൊരു സുഖമില്ലല്ലേ? പിന്നെ ഷുവർക്കർ മുക്ക്, ഭഗവത് കുന്ന്, മോദിയൂർ ജംഗ്ഷൻ, അങ്ങനെ വെറുതെ അല്ല ഇവർ BJP നേതാക്കളായത്. പേരിനെങ്കിലും ഒരു ബോധം വേണ്ടേ? സുരേട്ടൻ മാത്രമല്ല, പ്രചാരണത്തിന് വെറൈറ്റി വഴികൾ തേടുകയാണ് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ. തൃശ്ശൂരിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ എത്തുമ്പോൾ സുരേഷ് ചേട്ടൻ സുരേഷ് ഇക്കാക്കയായി മാറും. ഇഫ്താറുകളിൽ പങ്കെടുക്കും, നോമ്പ് കഞ്ഞി കുടിക്കും. മൂപ്പരുടെ PR ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ ചെയ്തു? ഡാൻസ് കളിക്കുന്നു, എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, മാതാവിന് 916 കിരീടം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ മറ്റൊരിടത്ത് കൃഷ്ണകുമാർജി വികസനം വിട്ടൊരു കളിയില്ല. സോഷ്യൽ മീഡിയ തുറന്നാൽ വികസനങ്ങളുടെ ഒരു നിര തന്നെ KKG നിരത്തിയിട്ടുണ്ട്. പുള്ളി വേറൊരു വൈബാണ്. പാർട്ടിക്ക് കൊടുക്കേണ്ട KKG എന്ന ഈ എനിക്ക് തന്നുകൂടെ ഒരു വോട്ട് എന്നാണ് ചോദ്യം.
ഇത് കേട്ട് വീഴാൻ നിൽക്കുന്നവരോടാണ്. ആർക്കിട്ട് കുത്തിയാലും ആ കുത്ത് കറക്റ്റായിട്ട് തിരിച്ചു കിട്ടുമെന്ന കാര്യം മറക്കരുത്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയെന്ന് മൂത്തോര് പറയുന്നത് ഓർമ്മ വെക്കുക. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ അതും ഒരു നനഞ്ഞ പടക്കമായി മാറി. വരണ്ട. എൻ്റെ മോൻ ജയിക്കല്ലേ എന്ന് മനമുരുകി എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു പൊന്നുമോനുണ്ട് അവിടെ, അനിൽ മോൻ. അനിൽ ജയിക്കരുതെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് എ കെ ആന്റണി തുറന്നു പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം അപ്പനായിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ വല്ല ഈടിക്കും പിടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനിടെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിനെ 34 കോടി വീശി മോചിപ്പിച്ച മലയാളികൾ ഒരു വശത്ത്, അതിന് മോഡിയുടെ ഗ്യാരണ്ടി കമന്റ് ഇടുന്ന സംഖ്യകൾ മറുവശത്ത്. ഇതിനിടെ കൊലയാളിക്ക് വേണ്ടി മലയാളികൾ പൈസ വിരിക്കുന്നേന്ന് പറഞ്ഞ് നമ്മുടെ ശശികല ടീച്ചറൊക്കെ വന്നായിരുന്നു. ഈ ആണല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നറിയാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ചീറ്റണം. വേറെ ചിലർ കണ്ടോ ഞങ്ങളുടെ മോദിജിയുടെ ഡിജിറ്റൽ മണി കൊണ്ടാണ് ഒരു മലയാളിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ. അത് പിന്നെ മോദിജി ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്, കേരളം ഇന്ത്യയിലാണല്ലോ, അതുകൊണ്ട് ഒരു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കട്ടെ. എന്നാൽ ഞങ്ങൾ മണിപ്പൂർ സ്റ്റോറി എടുക്കട്ടെ. ഒന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വല്ലതും ചെയ്യും. എന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കാം. അത് കേരളത്തിൽ നടപ്പാകില്ല. കേരളം ആർക്ക് വേണം? ആ പ്രകടന പത്രിക ഒന്ന് കാണിച്ചേ ജി. അയോധ്യയിൽ കൂടുതൽ വികസനം, അന്താരാഷ്ട്ര തലത്തിലെ രാമായണോത്സവം, രാജ്യത്ത് 6G മതി. ഇത്രയും മച്ചാതിൻ മതി ജി. ഓട്ടെ, ഗണപതി വട്ടം വഴി വരുമ്പോൾ കാണാം.